പാലക്കാടൻ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തിന്റെ മിന്നുന്ന വിജയത്തിന് അഭിനന്ദനങ്ങൾ. രാഹുൽ, ആ മിന്നുന്ന വിജയത്തിനിടയിലും ഇന്നിപ്പോൾ CPM-ന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് SDPI ജമാഅത്തെ ഇസ്ലാമി വർഗീയ ബന്ധത്തിന്റെ വിജയമാണെന്നാണ്. മാറ്റേതെങ്കിലും തരത്തിൽ കുറയ്ക്കുന്നുണ്ട്? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. മാറ്റ് കുറയ്ക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും മിനിമം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടുപോയി, ഞങ്ങൾ തിരുത്തും, ജനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കും എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. പക്ഷേ എന്തുകൊണ്ടോ ഇവർ പഠിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ ഇവരെന്തെല്ലാം വർഗീയതകളാണ് ആരോപിക്കുന്നത്. ഒരു വശത്ത് പറയുന്നു RSSുമായി ഡീലുണ്ടാക്കി. ഏതാണ്? BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ. ഈ ശ്രീ MB രാജേഷിന്റെ വാക്കിന്റെ മറുപടിയെങ്കിൽ എനിക്ക് മറുപടിയൊന്നുമില്ല. അദ്ദേഹമാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ഇത് വടകര ഡീലാണ്. വടകര ഡീൽ എന്ന് പറഞ്ഞാൽ എന്താ? വടകരയിലും UDF ജയിക്കുക, പാലക്കാടും UDF ജയിക്കുക എന്നുള്ളതാണ് ഡീലെങ്കിൽ കേരളം മുഴുവൻ ഡീലുണ്ട്. കാരണം ഞങ്ങളെല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ അപ്പം ശ്രീ MB രാജേഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നാമിനിങ്ങിന്റെ ആയുസ് പോലും ഇല്ലാത്ത പ്രസ്താവനകൾക്കും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾക്കും ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിട്ടേരെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി, ഏതു മേഖലയിലാണ് പാലക്കാട് UDFന് ഭൂരിപക്ഷം ഇല്ലാത്തത്? താൻ പറയില്ലല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. പാലക്കാട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി UDFനെ വിജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിനയം ഉണ്ടാവുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ എളിമയുണ്ടാകും. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ പോലെ തുടക്കക്കാരന് പാലക്കാട് വലിയ അംഗീകാര അവസരം തരികയാണ്. അപ്പൊ എന്നെ അത് കൂടുതൽ വിനയാന്വതനാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. തനി രാവണൻ 10 തലയായവന്. അപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ UDFന് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. BJPയുടെ സ്ഥാനാർത്ഥി നേരിട്ട് പോയി സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് മുനമ്പം. ആ മുനമ്പം പാലക്കാട് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കി. ആ മുനമ്പത്ത് കത്തുമോ എന്ന് നോക്കിയിരുന്ന ആ മേഖലയുണ്ടല്ലോ, ആ മേഖലയിലും UDFന് വലിയ ഭൂരിപക്ഷം. ഇനിയും CPM 2 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയത ഇളക്കി വിടാൻ നോക്കിയല്ലോ, ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം UDF. അങ്ങനെ ഈ BJPയും CPM-ഉം മത്സരിച്ച് വർഗീയത പറഞ്ഞ മേഖലകളിലെല്ലാം UDFന് ഭൂരിപക്ഷം. അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖല, ഇനി മതം പറയുന്നത് ശരിയല്ല, പാലക്കാടിന്റെ പൊതുവായിട്ടുള്ളൊരു വിധിയെ. ഹിന്ദു ഭൂരിപക്ഷ മേഖല എടുത്തോ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല എടുത്തോ, ഇസ്ലാം ഭൂരിപക്ഷ മേഖല എടുത്തോ, എല്ലാ ഭൂരിപക്ഷ മേഖലയിലും UDFന് സമഗ്രാധിപത്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടൊക്കെയാ ജയിച്ചതെന്ന്. അല്ല രാഹുൽ, ഈ ഖുറാനിൽ തൊട്ട് സത്യം ജയിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുൻ മന്ത്രി AK ബാലനാണ്, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് AK ബാലനാണ്. അങ്ങനെ ഉണ്ടായോ? അങ്ങൊരു പ്രാക്ടീസിങ് മുസ്ലിം ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങയുടെ കുടുംബം നല്ല വിശ്വാസ കുടുംബമാണ്, എനിക്ക് നല്ല നേരിട്ടറിയുന്ന കുടുംബമാണല്ലോ. ഈ അങ്ങയുടെ കുടുംബത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയെങ്കിലും ഉണ്ട്? ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, എന്റെ അറിവിലില്ല. വിശുദ്ധ ഖുറാനെ തൊട്ട് വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക, വിശുദ്ധ ഖുറാനെ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു മുസ്ലിം കുടുംബത്തിലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് മുസ്ലിം സമൂഹം, എല്ലാ സമൂഹമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, മുസ്ലിം സമൂഹമായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ പറയട്ടെ ശ്രീ ഹാഷ്മി, എനിക്ക് പ്രയാസമില്ല. കാരണം പാലക്കാടിന്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2026 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു. എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും ആരംഭിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമുള്ളൂ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ. എന്നിട്ട് ആ മേഖലയിൽ എന്തായി? ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായി. എന്നെ സംശയിക്കരുത്. ഇനിയും ഇവർക്ക് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ഒരു വർഗീയത പറയാൻ വേണ്ടിയിട്ട് പോയല്ലോ. ആ വീടുകളിൽ എന്തായി വോട്ട്? അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷം. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അതുകൊണ്ട് ഇവര് രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയത പറയട്ടെ. ഇപ്പം ഒരു കാര്യമുള്ളത്, ഇപ്പൊ RSS വർഗീയത പറയുമ്പം എനിക്ക് ഇവരോടുള്ള ഒരു അഭ്യർത്ഥന, ഇവർ കേൾക്കാനൊന്നും സാധ്യതയില്ല. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട,
പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോൾ കേരളത്തിൽ CPM നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും, രണ്ടുപേർക്കും എൻ്റെ മൊത്തപ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം, എൻ്റെ മൊത്തപ്രായത്തിൻ്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം രണ്ടുപേരുടെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആ രണ്ടുപേരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും. വിജയ്ക്ക് ആദ്യഘട്ടത്തിൽ പറയായിരുന്നു ഈ ഇലക്ഷനിലുടനീളം SDPI വോട്ട് വേണ്ട എന്ന് ധൈര്യമായി പറയാൻ UDF സ്ഥാനാർത്ഥിയോട് പലയാവർത്തി ചോദിച്ചു. UDF സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ബോധമാണെങ്കിൽ ആ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ സമീപിച്ചുകൂടായിരുന്നോ? ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറത്തേയില്ല ചെല്ല. ഞാനാണെങ്കിൽ വളരെ കൃത്യമായി എന്നോട്, അതായത് ഈ ചർച്ചയും ചോദ്യമൊക്കെ പിന്നീട് ഉണ്ടാകുന്നതല്ലേ, അങ്ങാണ് എന്നോട് ആദ്യം ചോദിച്ചത്, ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിറ്റേ ദിവസം, അന്നൊരു ചർച്ചയില്ലല്ലോ, വേറൊരു സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടില്ല, ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ട് എനിക്ക് വേണ്ട. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ രുചിയ. വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് താങ്കൾ പറഞ്ഞാണ്. പക്ഷേ SDPI വോട്ട് വേണമെന്ന് സ്പെസിഫിക് ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാണ് പറയുന്നത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. അപ്പം SDPI വർഗീയമല്ല എന്നുള്ളൊരു അഭിപ്രായം ഇവർക്കുണ്ടോ? പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്നാ ഐത്തം തുടങ്ങിയത്? മനുഷ്യനാലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. മുക്കം മുനിസിപ്പാലിറ്റി തൊട്ടു മുമ്പത്തെ, അതായത് ഇപ്പം നടന്നതിന്റെ തൊട്ടു മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിച്ചത് CPM ഉം വെൽഫെയർ പാർട്ടിയും കൂടെ അല്ലേ? അന്ന് വെൽഫെയർ പാർട്ടി വിശുദ്ധ വെൽഫെയർ പാർട്ടിയാണ്. കോട്ടാങ്ങൽ, ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്ങലിനെ പറ്റി, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കുമുള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ. നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ലേ പ്രകടനം നടത്തി SDPയും CPM ഉം കൂടെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവിടെ ഇപ്പൊ SDPI പ്രകടനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പൊ SDPIയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, UDFന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഒരു സംഘടന അവര് പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് SP ആയിട്ടല്ല. അപ്പം SDPIയുടെ പ്രകടനം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് നിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം പാലക്കാട് SP-യുടെ ആഭ്യന്തര വകുപ്പിന്റേതാണ്. അതെന്റെ പണിയല്ല. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.